ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വാഴ 2. ഒറ്റ കാര്യം പറയാം, പിള്ളേർ തൂക്കി അടിച്ച് എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ദിസ് സിനിമ ഇതിലവർ പറഞ്ഞത് എ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ്. ഇത്രയും ട്രൂ ടു ദ എന്താ പറയുക റിയാലിറ്റി ഒരു ക്യാപ്ഷൻ ഈ സിനിമയ്ക്ക് കൊടുക്കാനില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ചെറുക്കന്മാരും കടന്നു പോകുന്ന ഒരുപാട് സർക്കംസ്റ്റാൻസസ് കാണിച്ചു തന്ന ഒരു എന്താ പടം, ഞാൻ ഒരു പക്കാ ഫീൽ ഗുഡ് പടം എന്നൊക്കെ. നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ അച്ഛന്മാരും മക്കളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിൽ സിബ്ലിങ്സിനെ പറ്റിയാണ് ഈ സിനിമ പറയുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് എ സിബ്ലിങ് യു ഗോണ ക്രൈ എ ലോട്ട്. നിങ്ങൾക്കൊരു ചേട്ടനോ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ കൂട്ടുകാരന്മാരെ ആ ഒരു ലെവലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ദിസ് മൂവി ഈസ് ഗോയിങ് ടു മേക്ക് യു ക്രൈ എ ലോട്ട്. എനിക്ക് ഒന്നും പറയാനില്ലടേ അതർ ദാൻ ദ ഫാക്ട് ദാറ്റ് പോയി കാണും. എന്തൊരു പടം, എന്തൊരു ഫീല്, എന്ത് പെർഫോമൻസസ്. നമ്മുടെ പയ്യന്മാരടാ, ഹാഷിറടാ, ആ ഫുൾ ഗ്യാങ്, അജിൻ, ഹാഷിർ, വിനായകൻ, അലൻ പൊളിച്ചടുക്കി. അവന്മാരെ സിനിമ അവന്മാർ അതങ്ങ് ഏറ്റെടുത്ത് മരിച്ചാണ് ഈ പടത്തിന് നിന്നതെന്ന് നമുക്കിങ്ങനെ ഓരോ സീൻ ബൈ സീൻ നമുക്കത് അറിയാം. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞാൽ ഇതൊരു മെഗാ കൊളാബറേഷനാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലോകത്തുള്ള എല്ലാ എണ്ണവും ഇതിൻ്റെ അകത്തുണ്ട്. കൂഡോസ് മീഡിയ ആയിക്കോട്ടെ, മറ്റേ പേരിനെ എപ്പോഴും മറക്കും. ഈ പറയുന്ന ഒരു കൂട്ടായ്മ വെച്ചിട്ട് ഇൻസ്റ്റയിൽ കിടന്ന് കളിക്കണവന്മാരെല്ലാ എണ്ണത്തിൻ്റെ ഒരു മെഗാ കൊളാബറേഷനാണ് ഈ സിനിമ. എല്ലാ എണ്ണം ഉണ്ട്. കൂഡോസ് മീഡിയയൊക്കെ കുറച്ച് കലിപ്പന്മാരായിട്ടാണ് ഇതിൽ, പക്ഷെ അവന്മാരെ ഒരു മുട്ട സീനുണ്ട് ഇതിൽ. ഒരു തിയേറ്ററിൽ ഒരു ഐറ്റം, അയ്യോ ഞാനത് ചിരിച്ച് ചത്ത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസാണ് നമ്മുടെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ്റെ ഒരു കിടിലം പെർഫോമൻസ് ഉണ്ട് ഈ പടത്തിൽ. ഓ മാൻ, ഇൻ്റർവെല്ല് കഴിഞ്ഞ് ആ ഒരു സാധനം തരണ ഒരു ഹൈ ഉണ്ടല്ലോ മാൻ. ഓഫ് പൊളി എന്ന് പറഞ്ഞാൽ വെറും പൊളി എന്നല്ല, മെഗാ പൊളി. ആൻഡ് യു ഷുഡ് ലവ് യുവർ സിബ്ലിങ്സ് നോ മാറ്റർ വാട്ട്. ലൈക്ക് അത്രയ്ക്കും ഞാൻ പറയേ, അങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഒന്നും ഇല്ല. നമ്മൾ തമ്മിലുള്ള പിണക്കവും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ആൻഡ് ദിസ് മൂവി വാസ് എ ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട് ടു ഓൾ ദ സിബ്ലിങ്സ് ഔട്ട് ദെയർ എന്നാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ എല്ലാം ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ടോ, ഓ അത് തരണ ഒരു ഹൈ ഉണ്ടല്ലോ. ഞാനവിടെ തിയേറ്ററിൽ വിസിലടിച്ചത് ആ ഒരു സീൻ, പൊളി. അപ്പോൾ അത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണോ അത് എഡിറ്ററിൻ്റെ കോളാണോ എനിക്കറിയത്തില്ല. ബട്ട് അവിടെ ആ സാധനം പ്ലേസ് ചെയ്തത് മാസ്റ്റർ സ്ട്രോക്ക്. ആർക്കാണ് ക്രെഡിറ്റ് എന്ന് എനിക്കറിയത്തില്ല. അത് ഡയറക്ടറിൻ്റെ കോളായിരുന്നോ എഡിറ്ററിൻ്റെ കോളാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. ഡയറക്റ്റഡ് ബൈ സവിൻ സ എന്നാണ് പുള്ളിയുടെ പേര്. റൈറ്റർ വിപിൻ ദാസ് ആണ്. അഭിനയിച്ചിരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ സുധീഷ് ഏട്ടനുണ്ട്, അതേപോലെ ഈ പറയുന്ന നമ്മുടെ കോമഡി സ്റ്റാർസിലൊക്കെ ഉള്ള ഒരുപാട് പേരെ ഇവിടെ ഇതിൽ സിനിമയിൽ കൊണ്ടുവന്നു. അതുപോലെ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ കിടിലം പെർഫോമൻസ്. ഇതിൽ ഞാൻ ഒരു കുറേ പേരുണ്ട് നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. ഈ മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമല്ല, അജു വർഗീസ് ആയിക്കോട്ടെ, വിജയ് ബാബു ആയിക്കോട്ടെ, എവ്രി വൺ who have acted in this movie was കിടിലം. പക്ഷേ ഇത് നമ്മുടെ പയ്യന്മാരെ പടമാണ്, എനിക്ക് അത്രേ പറയാം, വേറെ ഒന്നും എനിക്കില്ല. പിന്നെ നമുക്ക് അങ്കിത് മേനോനാണ് കമ്പോസർ. കിടിലം നൈസ് കുറേ BGM ഒക്കെ ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി ഇൻ്റർവെല്ലിന് മുന്നേറ്റുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല കിടിലമായിട്ടുള്ളൊരു പരിപാടികളാണ് പിടിച്ചേക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ അഖിൽ ലൈല സുരൻ, ബ്യൂട്ടിഫുള്ളി ഡൺ. കണ്ണൻ മോഹനാണ് എഡിറ്റർ. കിടിലം മച്ചാനെ. നിങ്ങൾ കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. അതായത് ഇവന്മാരൊക്കെ റീൽ ലോകത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ ഒരു കുറച്ച് ഭാഗം ഒന്ന് ഒരുമാതിരി വലിച്ച് നീട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. വെരി വെരി സ്മോൾ ബിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് കയറും. ഓഹോ, അതൊക്കെ വേറെ ലെവൽ. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അരുൺ എസ് മണിയും വിഷ്ണു സുജാത, വെരി നൈസ്. ഞാൻ പറയില്ല, ഈ പറയുന്ന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലെറ്റ് ഇറ്റ് ബി ദ കോസ്റ്റ്യൂം, ലെറ്റ് ഇറ്റ് ബി ആർട്ട്, ആ ഒരു സാധനങ്ങൾ എല്ലാം അടിപൊളി. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പടം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഞാൻ പറയും പയ്യന്മാർ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എനിക്കത് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല.
ലൈക്ക് ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രഗിളാണ് ഈ നമ്മൾ ഞാൻ ഒരു കാര്യം പറയും. ബിക്കോസ് ഈ പടം ഞാൻ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊരു കിടിലൻ പടമായിരിക്കണേ, ഇതൊരു കിടിലൻ പടമായിരിക്കണേ എന്ന് ഇങ്ങനെയാണ് പോയത്. ബിക്കോസ് അത്രയും ഈ 4 എണ്ണം മരിച്ചാണ് ഈ ലെവലിൽ എത്തിയേക്കുന്നത്. ഇന്ന് അവന്മാരെ പേര് പറയുമ്പോൾ ഈ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്കും അറിയാമെന്നുള്ളൊരു ആ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഈ ലോകത്ത് എവിടെ എന്ത് ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് എത്തുന്നതും വളരെ കഷ്ടപ്പെട്ടാണ്. ആ കഷ്ടപ്പാട് എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ഇൻ ലൈഫ്. എവ്രി വൺ ഇസ് സ്ട്രഗ്ലിംഗ്. Everyone is somehow surviving each and every day for some reason. And I'm so happy for all of the guys who's there in this movie. Let it be Kudos Media, let it be Ashran team, let it be anyone. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കഷ്ടപ്പാട് ചില ആൾക്കാർക്ക് തോന്നും, ഒരു ഫോണും ഒരു 4 പേരും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാമെന്ന്. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് വെരി ഹാർഡ്. അതാണ് പറയുന്നത്. അത് അവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരാൾ ദുബായിൽ പോയി കഷ്ടപ്പെടുന്നതായിക്കോട്ടെ, ഒരു പയ്യൻ ജോലിക്ക് വേണ്ടി കിടന്ന് ഓടുന്നതായിക്കോട്ടെ. ഇറ്റ്സ് വെരി ഹാർഡ്. ഇറ്റ് ഈസ് വെരി ഹാർഡ്. ആൻഡ് ദാറ്റ് സ്ട്രഗിൾ ഒരു കുറച്ച് നേരമെങ്കിലും ആൾക്കാരിലോട്ട് കാണിച്ചു തന്നൊരു പടമാണിത്. ആൻഡ് ഐ വാസ് ലൈക്ക്, ദിസ് മൂവി ഈസ് പെർഫെക്റ്റ് നമ്മൾ പറയില്ലേ, അതേപോലെ ഫീൽ ചെയ്ത മറ്റൊരു വാഴ. എനിക്ക് ആ വാഴ 1 ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു പടമാണ്. അതേപോലെ ഐ ലവ് ദിസ് മൂവി മാൻ. ഞാൻ ഇനി എനിക്ക് വേറൊന്നും പറയാനില്ല. പ്ലീസ് വാച്ച് ദ മൂവി. ആൻഡ് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ആൻഡ് ആശീർവായാലും ബാക്കിയുള്ളവന്മാർത്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. നിങ്ങൾ കഷ്ടപ്പെട്ടത് ഇവിടെ എത്താനാണ്. ഇനിയും ഒരുപാട് കഷ്ടപ്പെടണം. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ അത് തന്നെയാണ് ഹാർഡ് വർക്ക്. നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല. നമുക്ക് മരിച്ച് കിടന്ന് നടന്നാലേ നമ്മളെവിടെയെങ്കിലൊക്കെ എത്തത്തുള്ളൂ. നമുക്ക് സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റെസ്പെക്റ്റ് എനിബഡീസ് ഹാർഡ് വർക്ക് എന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. ഈ സിനിമാ മേഖല മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ചെറുക്കന്മാരും ആ ലെവലിലാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയണത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് പടം, വിപിൻ ദാസ് ബ്രോ ആൻഡ് സുവിൻ സാ. Loved it, and this is a must watch എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു.